നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോൾ ലിറ്ററിന് 2 രൂപ 61 പൈസയും ഡീസൽ ലിറ്ററിന് 2 രൂപ 71 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. രണ്ടാഴ്ചയ്ക്കുള്ളിൽ വില കൂട്ടുന്നത് 4ാം തവണ. അതിരപ്പള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. അടിയന്തര റോഡ് നിർമ്മാണ നവീകരണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ താൽക്കാലികമായി പൂർണ്ണ ഗതാഗത നിരോധനമാണ് ഈ റൂട്ടിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. തൃശൂർ നഗരത്തിൽ കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞു. നിയന്ത്രണം വിട്ട ലോറി ഡിവൈഡറിലിടിച്ച് മറിയുകയായിരുന്നു. ഡ്രൈവർക്ക് നിസാര പരിക്കേറ്റു. വടക്കാഞ്ചേരി അകമലയിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. സ്വകാര്യ ബസും ബൈക്കും പിക്കപ്പ് വാനും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. സ്വകാര്യ ബസ് ബ്രേക്ക് ഇട്ട് നിർത്തിയതാണ് അപകട കാരണം. സംസ്ഥാനത്ത് +1 പ്രവേശന നടപടികൾക്ക് തുടക്കമായി. ഓൺലൈനായാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. 2ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ അധ്യാപികയുടെ 3 ലക്ഷം വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയി. ഇളവള്ളി കാക്കശ്ശേരി സ്വദേശിനി ശോഭനയുടെ സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിയ ബാഗാണ് മോഷണം പോയത്. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത ചുവന്ന മണ്ണിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതി പ്രതിഷേധം സംഘടിപ്പിച്ചു. MLA കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. മഴക്കാലപൂർവ്വ മുന്നൊരുക്കങ്ങളുടെ ഒല്ലൂർ മണ്ഡലം അവലോകന യോഗം ചേർന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് ബന്ധപ്പെട്ടവർ ഉറപ്പുവരുത്തണമെന്ന് MLA. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുമ്പോൾ സ്വകാര്യ ബസ്സുകളെ ബാധിക്കാത്ത രീതിയിൽ നടപ്പാക്കണമെന്ന് ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. സ്വകാര്യ ബസ് സർവീസിനുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളെ സംബന്ധിച്ച് ബസ് ഉടമസ്ഥ സംഘടനയുമായി വിശദമായ ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാകണമെന്ന് ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പെരിഞ്ഞനം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് പ്രതീഷ് പോൾ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ എടത്തിരുത്തി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. KC കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങിൽ എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. അന്തരിച്ച കലാനാടക പ്രവർത്തകൻ VS മോഹൻദാസിനെ അനുസ്മരിച്ചു. അനുസ്മരണ സമ്മേളനം സാംസ്കാരിക പ്രവർത്തകൻ ജോൺസൺ ചെറമൽ ഉദ്ഘാടനം ചെയ്തു. ചായപ്പൻകുഴി സെന്റ് ആന്റണീസ് പള്ളി കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ആദരം നിർവഹിച്ചു. മത്സ്യക്കച്ചവടക്കാർക്കായി പ്രത്യേക ക്ഷേമനിധി ഏർപ്പെടുത്തണമെന്ന് ഓൾ കേരള ഫിഷ് മർച്ചന്റ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. അഴീക്കോട് നടന്ന സമ്മേളനം മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി നഗരസഭ CDSന്റെ നേതൃത്വത്തിൽ ഓണക്കനി ആൻഡ് നിറപ്പൊലിമ പദ്ധതിയുടെ ഭാഗമായി JLG ഉൽപ്പന്ന വിതരണവും അയൽക്കൂട്ടങ്ങൾക്കായുള്ള തൈ വിതരണവും നടന്നു. വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. മായന്നൂർ KSRMS ഗ്രാമീണ വായനശാലയുടെ സഹകരണത്തോടെ ഒറ്റപ്പാലം നാട്ടുഗേഹം കലാസാംസ്കാരിക സംഘടനയുടെ 19ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. പത്മശ്രീ കലാമണ്ഡലം ശിവൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എഴുത്തിനിരുത്തൽ ചടങ്ങ് നടത്തി. വികാരി ഫാദർ വർഗീസ് കുത്തൂർ, ഫാദർ ജിജോ തറയിൽ, ഫാദർ ജാക്സൺ തെക്കുംപിടിക എന്നിവർ കാർമ്മികരായി. ഗുരുവായൂർ നഗരസഭ കുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന വേനൽ പറവകൾ ത്രിദിന പഠന ക്യാമ്പിന് തുടക്കമായി. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ക്ഷേത്ര ദർശന വിവാദം അനാവശ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. താൻ 1000 രൂപ അടച്ചിട്ടാണ് ദർശനം നടത്തിയത്. തന്റെ കൂടെയുണ്ടായിരുന്നത് ഒരു ഗൺമാൻ മാത്രമാണെന്നും മുഖ്യമന്ത്രി. താന്യം പഞ്ചായത്തിന്റെയും അന്തിക്കാട് ജനമൈത്രി സമിതിയുടെയും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണവും SC സാംസ്കാരിക നിലയത്തിലെ ലൈബ്രറിയുടെ പ്രവർത്തന അവലോകന യോഗവും നടന്നു. താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. ഗ്ലോബൽ നായർ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂരിൽ ഗുരുപ്രണാമവും വേദജ്യോതി പുരസ്കാര സമർപ്പണവും നടത്തി. രാധാകൃഷ്ണൻ കാക്കശ്ശേരിയെ പഠിതാക്കൾ ദക്ഷിണ നൽകി ആദരിച്ചു. റോഡ് നിർമ്മാണ കരാർ കമ്പനിക്കെതിരെ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ LDF കൗൺസിലർമാർ ഉപരോധ സമരം നടത്തി. നഗരസഭയുമായി റോഡ് നിർമ്മാണ കരാർ ഉണ്ടാക്കിയിരുന്ന ഓറിയന്റൽ കമ്പനിക്കെതിരെയാണ് സമരം നടത്തിയത്.
ഏനാമാക്കൽ പരിശുദ്ധ പോംബെ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ കോഞ്ചിറമുത്തിയുടെ ഊട്ടുതിരുനാളിന് കൊടിയേറി. തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ തോമസ് ചൂണ്ടൽ കൊടിയേറ്റം നിർവഹിച്ചു. ശനി ഞായർ ദിവസങ്ങളിലാണ് കോഞ്ചിറ തിരുനാൾ. പാവർട്ടിയിൽ കൂലി വർധന ആവശ്യപ്പെട്ട് അതിഥി തൊഴിലാളികൾ നടത്തുന്ന സമരത്തിൽ പഞ്ചായത്ത് ഇടപെട്ട് മിനിമം കൂലി നിശ്ചയിച്ചു. നിർമ്മാണ മേഖലയിലെ വിദഗ്ധ തൊഴിലാളികൾക്ക് 1100 രൂപയും ഹെൽപ്പർക്ക് 950 രൂപയും നൽകാനാണ് ധാരണയായത്. ആറ്റൂർ മനപ്പടിയിൽ KSRTC ബസ്സിടിച്ച് കാൽനട യാത്രക്കാരന് പരിക്കേറ്റു. മുള്ളൂർക്കര വാടവരമ്പ് സ്വദേശി സുന്ദരനാണ് പരിക്കേറ്റത്. ഏനാമാക്കൽ ഇടവക കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രഭാതതാരം കോഞ്ചിറമുത്തി എന്ന വീഡിയോ ആൽബം പ്രകാശനം ചെയ്തു. തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ തോമസ് ചൂണ്ടൽ പ്രകാശനം നിർവഹിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.